തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ജയിച്ചവരെല്ലാം അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഓരോ സ്ഥാനാർത്ഥികളും ജയിച്ചവരും തോറ്റവരുമെല്ലാം ബാനറുകളും പോസ്റ്ററുകളും ഫ്ലെക്സുകളുമെല്ലാം വെച്ച് നമ്മുടെ നാടും നഗരവുമെല്ലാം വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. ചുരുക്കം ചിലർ മാത്രം ആ ബാനറുകളും പോസ്റ്ററുകളും ഫ്ലെക്സുകളും എല്ലാം നീക്കം ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങളായെങ്കിൽ പോലും ഇപ്പോഴും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെ പല സ്ഥലങ്ങളിലും കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ബാനറുകളും ഫ്ലെക്സുകളും എല്ലാം പല സ്ഥലങ്ങളിലും കാണാം. നാടും നഗരവും വൃത്തികേടാക്കിയാണ് ജയിക്കുന്നവരൊക്കെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ സ്ഥാനാർത്ഥി ജയിച്ചവരും തോറ്റവരും അവർ വെച്ച ഫ്ലെക്സുകളും ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവരത് സ്വയം നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നീക്കം ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരോടത് നീക്കം ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുക്കണം. നാടും നഗരവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവുമെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന അതുപോലെ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കുമുണ്ട്. പൊതുപ്രവർത്തകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ജനപ്രതിനിധി ജയിച്ചവരും തോറ്റവരും മത്സരിച്ച എല്ലാ ആളുകളും അവരവർ വെച്ച ഫ്ലെക്സുകളും ബാനറുകളും പോസ്റ്ററുകളും എല്ലാം നീക്കം ചെയ്യാൻ മനസ്സ് കാണിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.